الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ മുവഹ്ഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നാം നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഏറ്റവും വലിയ ഗുണം
നാം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും, നമുക്കെന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, ദുആ ചെയ്യുന്ന ആളുകളാണ്. ഈ ദുആ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത ഒരാളോടുള്ള ദുആ ഇസ്ലാമിൻ്റെ ഒരു പ്രമാണത്തിലും നമ്മൾ കാണുകയില്ല എന്ന് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലോ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബി എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ എന്നിങ്ങനെ തുടങ്ങുന്ന ദുആകളല്ലാതെ മറ്റൊരാളുടെ, ഒരു മഹാനെയോ അല്ലെങ്കിൽ ഒരു പ്രവാചകനെയോ ഒരു ഔലിയെയോ അല്ലെങ്കിൽ ഒരു വലിയനെയോ ഒരു അംബിയായിനെയോ മലക്കിനെയോ അല്ലെങ്കിൽ ഒരു ജിന്നിനെയോ ഒന്നിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടൊരു തേട്ടം ഖുർആനിൽ കാണുകയില്ല. അമ്പിയാക്കളായ ആളുകളുടെ മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ, അവരുടെ കഴിവുകൾ അതൊക്കെ മുൻനിർത്തി അങ്ങനെയുള്ള ഒരു തേട്ടവും പരിശുദ്ധ ഖുർആനിലില്ല, ഹദീസിലില്ല. അതുകൊണ്ട് ഈ തേടുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം, ഈ പ്രാർത്ഥന നമ്മൾ എങ്ങനെ നടത്തണം, അതിൻ്റെ ഉപാധികൾ പറയുന്നതിൽ ഒന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പകാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ദുആയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഅബത്ത്, റഹബത്ത്. അഥവാ റഅബത്ത് എന്ന് പറഞ്ഞാൽ അത് ആശ വെക്കുക എന്നുള്ളതാണ്, ആഗ്രഹം ഉണ്ടാവുക, ആശിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തേടുന്ന തേട്ടം. റഹബത്ത് എന്ന് പറഞ്ഞാൽ അത് ഭയം എന്നുള്ളതാണ്, പേടി, ഖൗഫ് എന്നതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഇതിനെ നമ്മൾ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം എന്താണ് റഅബത്ത്? ഇറാദത്തു ഷൈഇ മഅ ഹിർസിൽ അലൈഹി, ഇറാദത്തു ഷൈഇൻ മഅ ഇർസി അലൈഹി, ഒരു കാര്യത്തെ നമ്മൾ ഉദ്ദേശിക്കുക, ആഗ്രഹിക്കുക, ലക്ഷ്യം വെക്കുക, അത് ലഭിക്കണം. അൽ ഇർസി അലൈഹി, അതിന് അത്യാഗ്രഹം, ആശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്. അതാണ് ഇതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ 59-ാമത്തെ ആയത്തിൽ അവിടെ ഇതേ ഒരു പ്രയോഗം നടത്തിയത് കാണാൻ കഴിയും. എന്താണ് റഹബത്തിനെ കുറിച്ച് പറഞ്ഞത്? അവരുടെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞ്, നല്ല വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞത് ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് ആശ വെക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ വിശദീകരണം അയ്യുമുതളറഊന ഫീ ജലബിൻ മനാഫിഇനാ വദഫി മുളർറിനാ, ഞങ്ങൾക്ക് ഉപകാരങ്ങൾ നൽകാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഉപകാരം ലഭിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന, വദഫിൽ മുളിറ, അപ്രകാരം ഉപദ്രവങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, വിഷമങ്ങളെ അതൊക്കെ തള്ളി നീക്കാൻ, അതൊക്കെ തട്ടിമാറ്റാൻ അല്ലാഹു തആലയോടല്ലാതെ ഒരാളോടും കഴിയുകയില്ല. ഈ ഒരിതാണ് റഹബത്തിന് മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ള വിശദീകരണം, വിശ്വാസികളെ. അതുകൊണ്ട് ഈ റഹബത്ത് എന്ന് പറയുന്ന സ്വഭാവം ഇത് അംബിയാഇന്റെ സ്വഭാവമാണ്, ഇത് ഔലിയാഇന്റെ സ്വഭാവമാണ്. നമ്മൾ ദുആ ചെയ്യുന്നില്ലേ, അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാ. ആരുടേതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം,
അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അനുഗ്രഹിച്ച ആളുകൾ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ വസിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ആ അനുഗ്രഹിച്ച ആളുകൾ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, സിദ്ദീഖീങ്ങളാണ്. ഇവരുടെ മാർഗം എന്താ? ഇവർ ദുആ ചെയ്യുമ്പം ഇവരുടെ ദുആകളിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷത പരിശുദ്ധ ഖുർആൻ പറയാ, അമ്പിയാവും മുർസലീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒന്നവർ നന്മകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും, നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാ. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ, ഈ കർമ്മങ്ങൾ ഖൈറാത്തുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് പുണ്യം, ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കണേ. നല്ല അങ്ങനെയാ നമ്മൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്തിട്ട് നമ്മൾ അമൽ സ്വാലിഹാത്തുകൾ മുൻനിർത്തിയിട്ട് അതാണ് തവസ്സുല്. അങ്ങനെയാണ് തവസ്സുൽ, ഇസ്ലാമിലൊരു തവസ്സുല്. അല്ലാതെ മരിച്ചുപോയ ആളുകളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അങ്ങനെ തവസ്സുലാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുണ്ടായിരിക്കുമ്പോൾ സ്വഹാബത്ത് മഴയെ തേടാനുള്ള പ്രാർത്ഥനയിൽ ഇസ്തിസ്ഖായിൽ പ്രവാചകനെ മുൻനിർത്തി പ്രവാചകനോട് അള്ളാഹുവിനോട് തേടാൻ ആവശ്യപ്പെട്ടു. ഹയാത്തിലുണ്ടായിരിക്കുമ്പോൾ പ്രവാചകനെ ഇമാമാക്കി നിർത്തിയും അത് ഹയാത്തിലുള്ള സമയത്ത്, ആ സമയത്തുള്ള കാര്യം ആവശ്യപ്പെടുക, അങ്ങനെയുള്ള തവസ്സുൽ. മറ്റുള്ള പുണ്യ ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, അങ്ങനെ അവരെ ഇമാമാക്കി നിർത്തി അള്ളാഹുവിനോട് തേടുക. എങ്കിൽ എന്നാൽ അവർ മരിച്ചു പോയാൽ, വഫാത്തായി പോയാൽ അതുകൊണ്ട് തേടാൻ പാടില്ല. അതിനും തെളിവെന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമാക്കി നിർത്തി സഹാബത്ത് തേടി, അല്ലാഹുവേ, ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിന, ഞങ്ങൾ നബിയുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹിയെ തവസ്സുലാക്കി നിർത്തി തേടി. എങ്കിൽ ബിഅമ്മി നബീന, ഞങ്ങൾ ഇപ്പോൾ തേടുന്നത് നബിയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമാക്കി നിർത്തിയിട്ടാണ്. അപ്പൊ നോക്കുക, മരിച്ചവരുടെ ആ തവസ്സുലില്ല. ഇവിടെ പറയുന്നത് ഫിൽ ഖൈറാത്ത്, നന്മകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക. 3 ആള് ഗുഹയിൽ അകപ്പെട്ട സംഭവം നമുക്കറിയുന്നതാ. ഒരാള് അയാളെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ അവർ ഉറങ്ങുന്നത് വരെ അവർ ഉറങ്ങിയിട്ട് ഉണരുന്നത് വരെ അവരുടെ കാൽക്ക് കീഴിൽ പാൽപാത്രവുമായി പിടിച്ചു നിന്നു. അവർ തൻ്റെ കുട്ടികൾ കാൽ കീഴിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. വിശക്കുന്ന മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ, പാനീയം കൊടുക്കാതെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കൊടുത്തിട്ട് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ലാഹുവേ, ഇത് ബിർറുൽ വാലിദൻ, മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യമാണെങ്കിൽ ഇതുകൊണ്ട് ഈ പാറക്കല്ല് ഞങ്ങളിതാ ഗുഹാമുഖത്ത് അടഞ്ഞു കിടക്കുകയാണ്, ഞങ്ങളുടെ ഗുഹാമുഖം പാറക്കല്ല് വന്ന് അടച്ചിരിക്കുകയാ, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആ സ്വാലിഹികൾ എന്ത് ചെയ്തു? ഏതെങ്കിലും അമ്പിയായിനെയോ ഔലിയായിനെയോ സിദ്ദീഖികൾ ശുഹദാക്കളെ വിളിച്ചില്ല. അവർ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പറഞ്ഞില്ല. അവർ റബ്ബി റബ്ബനാ, അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അകറ്റിത്തരണം. വേറൊരു മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് എൻ്റെ എളാപ്പയുടെ ഒരു പുത്രി ഉണ്ടായിരുന്നു, അവൾ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവൾക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചപ്പോൾ എൻ്റെ അടുക്കൽ വന്ന് അവളോട് പറഞ്ഞു, എൻ്റെ ആവശ്യത്തിന് നീ വഴങ്ങണം, എങ്കിൽ നിനക്ക് ഞാൻ പൈസ തരാം. അപ്പോൾ ആ സ്ത്രീ അതിന് മനമില്ല, മനമോടുകൂടി അതിന് കുട്ടികളുടെയും വീട്ടുകാരുടെയും പട്ടിണി കൊടുത്ത് വഴങ്ങിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ആ സമയം അല്ലാഹുവേ, നിന്നെ പേടിച്ച് തിന്മയിൽ നിന്ന് ഞാൻ മാറി നിന്ന ഈ ഖൈറാത്ത് നല്ല പ്രവർത്തനം, ഇതുകൊണ്ട് ഇത് കാരണം, ഇത് തവസ്സുലാക്കി റബ്ബേ നിന്നോട് ചോദിക്കുന്നു. ഇസ്ലാമിന്റെ തവസ്സുല് പാറക്കല്ല് അല്പം അകന്നു, മുഴുവൻ അകന്നില്ല. വീണ്ടും ഒരാൾ പറയാം, ഞാൻ ഒരാൾ കൂലിക്ക് വിളിച്ചു, അദ്ദേഹത്തിന് കൂലി പോരാ എന്ന് പറഞ്ഞു. തിരിച്ചു പോയ ആ കൂലിയുടെ കാശ് കൊണ്ട് ഞാൻ ആടുകളെ വാങ്ങി, അത് വളർന്ന് പന്തലിച്ച് വലിയ ഒരു മലയോളം താഴ്വര നിറയാട്. കാലങ്ങൾക്ക് ശേഷം എൻ്റെ കൂലി എവിടെ എന്ന് ചോദിച്ചു വന്നപ്പോൾ, നിന്റെ കൂലിയതാ താഴ്വര നിറയുള്ള ആട് എന്ന് പറഞ്ഞ അല്ലാഹുവേ, ഇത് കൊടുത്തു. ഇത് ഖൈറാത്ത്. അപ്പോൾ അങ്ങനെയുള്ള തേട്ടങ്ങൾ
എന്നിട്ട് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത് വയദുലനാ, അവർ നമ്മോട് പ്രാർത്ഥിക്കും. അമ്പിയാക്കളും ഔലിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും റഹബൻ വറഹബാ, അവരുടെ പ്രാർത്ഥനയിൽ അവർ ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിൽ ആശ വെക്കുന്ന ആളുകളാ, വറഹബൻ പേടിക്കുന്ന ആളുകളാ, വകാനൂ ലനാ ഖാശിഈൻ, അവൻ നമ്മളോട് ഭയഭക്തി നന്മ പേടിച്ച് കഴിയുന്ന ആളുകളാ. വിശ്വാസികളെ, ഇതാണ് അമ്പിയായിന്റെ ഔലിയായിന്റെ അവരുടെയൊക്കെ പ്രത്യേകത. പ്രാർത്ഥനയിൽ അള്ളാഹുവിനോടുള്ള ദുആയിൽ അവർക്ക് റഹബത്തുണ്ടായിരുന്നു. ഇതാണ് വിശ്വാസികളായ നമുക്കും ഉണ്ടാകേണ്ടത്. ആ റഹബത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം ഇന്നഹും കാനൂ യഅ്ബുദൂനഹു റഅബ മിൻഹും ഫീമാ യർജൂന മിൻഹു മിൻ റഹ്മതിഹി വഫളിഹി. മുഫസ്സിറുകൾ കൊടുക്കുക, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം അതാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണേ. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അള്ളാഹിൻ്റെ കാരുണ്യത്തിലും പ്രതീക്ഷ വെച്ചുകൊണ്ട്. എന്നാൽ റഹബ എന്ന് പറയുമ്പോ അതെന്താണ്? റഹബത്തൻ മിൻഹും മിൻ അദാബിഹി വഇഖാബിഹി, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് ബിതർകിഹിം ഇബാദ, അവരെന്ത് ചെയ്യും? അവരുടെ ഇബാദത്ത് അവർ ഒഴിവാക്കുക. ബിതസ്കിഹിം ഇബാദത്തിഹി, ഒരു വിശ്വാസിയുടെ ഇബാദത്ത്, നല്ല ആളുകളുടെ, അവരിൽ ഓരോരുത്തരുടെ ഇബാദത്ത് അവരുടെ ശുദ്ധീകരിക്കും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. അങ്ങനെ പാപങ്ങൾ ചെയ്യുന്നതിൽ അവർ മാറി നിൽക്കാൻ കഴിയും. റഹബത്തുണ്ടായാൽ, ഭയമുണ്ടായാൽ. ഇത് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദുആ, ഇത്തരത്തിലുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുള്ള ദുആകളൊക്കെ വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു ഖൽഖിൻ റഅബ ഫീ മൻ ഇൻദല്ലാഹ് ഹൈസു ബല്ലഗ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله وصبر على مرضاته وتقرب إليه بطاعته وعبادته والله عز وجل يقول فإذا فرغت فانصب وإلى ربك فارغب. ഇത് പഠിപ്പിക്കുന്നത് അതാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വക്കലുള്ള കാര്യം ആഗ്രഹിച്ച് തേടുകയും അപ്രകാരം തന്നെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അമാനത്തുകൾ നിർവഹിച്ചു, റിസാലത്ത് നിർവഹിച്ചു, സമൂഹത്തെ ഉപദേശിച്ചു, ഫീസബീലിൽ കഠിനമായ പരിശ്രമം നടത്തി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ശ്രമിച്ചു, അല്ലാഹുവിനെ അനുസരിച്ച് കൊണ്ട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അടുത്തു. അല്ലാഹു തആല ഇതാ പറഞ്ഞു, ഫഇദാ ഫറഅത ഫൻസബ്, നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ്, മറ്റൊരു കാര്യത്തിലേക്ക് നീ അധ്വാനിക്കണം. വഇലാ റബ്ബിക ഫർഅബ്, അവിടെയും റഅബത്ത് പറഞ്ഞു. നിന്റെ റബ്ബിലേക്ക് നീ പ്രതീക്ഷ വെക്കണം. അതെവിടെയെല്ലാം? ഇദാ ഫറഅത മിൻ ഉമൂരി ദുനിയാ വഇസ്തിആലിഹാ, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്ന് എന്ത് കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാലും അപ്രകാരം അതൊക്കെ ഒഴിവായി കഴിഞ്ഞ് നിനക്ക് സമയം കിട്ടും. ഫൻസബ് ഫിൽ ഇബാദ, ഇബാദത്തിൽ നിന്റെ സമയങ്ങളൊക്കെ നീ മുഴുകണം. അതേ രൂപത്തിൽ ഇതിലുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഈ റഹബത്തും. ഇത് നോക്കൂ നിങ്ങൾ, ഇത് പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറയാ, റസൂലുള്ള പറയുന്നത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അഹദത മൽജഅക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനോട് പറയാ, നീ ഉറങ്ങാൻ കിടക്കുമ്പോ നമസ്കരിക്കാൻ വുളു ചെയ്യുമ്പോൾ നീ ഉറങ്ങാൻ പോകുമ്പോ വുളു ചെയ്യണേ. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണേ, വലത് കവിളിൽ കൈവച്ച് വലത്തെ കൈവച്ച് ചെരിഞ്ഞു കിടക്കണേ. എന്നിട്ട് നീ പറയണേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക്, എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് സമർപ്പിച്ചു
അല്ലാ. വഫവ്വൽതു അംരി ഇലൈക്, എൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചു അല്ലാ. വേറെ ഒരാളെയും ജാറങ്ങളിലോ മക്ബറുകളിലോ മഹാന്മാരിലോ ആരിലുമല്ല ഏൽപ്പിച്ചത്. ഏതെങ്കിലും മുറുക്കിലോ ഏതെങ്കിലും മേലസിലോ ഏതെങ്കിലും തകിടിലോ ഒന്നുമല്ല അല്ലാ. വഫവ്വൽതു അംരി ഇലൈക്, എൻ്റെ കാര്യം നീ ഏറ്റെടുത്താൽ മതി അല്ലാ. വൽജഅതു ലഹരി ഇലൈക്, എൻ്റെ മുതുക് നിന്നിലേക്ക് അഭയം തേടി അല്ലാ. റഹബതൻ വറഹബ ഇലൈക്, അവിടെയുള്ള പ്രയോഗം റഹബതൻ, ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ കാരുണ്യം നിന്റെ ഔദാര്യം. വറഹബതൻ ഇലൈക്, അല്ലാഹുവേ നിന്നെ പേടിച്ച് നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്. ലാ മൽജ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, നിന്നിൽ നിന്നല്ലാതെ ഒരു അഭയമില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു രക്ഷയില്ല. ആമൻതു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ആമൻതു ബികിതാബിക, അല്ലാഹുവേ അതിലുള്ളതൊക്കെ ഞാൻ വിശ്വസിച്ചു. അതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല, അതെന്റെ ചിന്തക്ക് ഉൾക്കൊള്ളില്ല എന്ന് ഞാൻ പറയുകയില്ല. ഞാൻ ആമൻതു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിയതാണോ ആ ഖുർആനിൽ ഗ്രന്ഥത്തിലുണ്ടോ ഒക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാ. വബിനബീകല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകനിലും. വജ്അൽഹുന്ന മിൻ ആഖിരി കലാമിക്, ഇത് ഉറങ്ങാൻ പോകുമ്പോൾ അവസാനത്തെ വാക്ക് ദുആ ഇതായിരിക്കണം. നമ്മളെ കുറക്കെങ്ങനെയൊന്ന് പരിശോധിച്ച് നോക്കൂ. ഈ മൊബൈൽ ഫോൺ ഉറങ്ങുമ്പോഴും ഉണരലും എപ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഇതില്ലാതെ നമുക്ക് സമയമുണ്ടോ? ചില ആളുകൾ കാണാം, ഇപ്പം ന്യൂ ജനറേഷനൊക്കെ ഇത് ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടാ ഉറങ്ങുക അല്ലേ? അതെന്താ ഈ ദുആ ദിക്റോ എന്താ കേൾക്കുക നമുക്കറിയോ? ഇതൊക്കെ ആ ഉറക്കത്തിൽ അങ്ങനെ മരിച്ചു പോയാൽ എന്താ വിശ്വാസികളെ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്തരത്തിലുള്ള ദുആകൾ ദിക്റുകൾ ഇതൊക്കെ ബെഡ്റൂമുകളിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ചെല്ലുന്നത് നമ്മളെ മക്കൾ കേൾക്കണം ചെറുപ്പം മുതലേ. എന്നിട്ട് മക്കൾ അത് കേട്ട് പഠിക്കട്ടെ. ചെറിയ മക്കളായിരിക്കുമ്പോഴേ അവർ കേട്ട് പഠിക്കട്ടെ. അൽഫിത്രയിലും മറ്റൊക്കെ വിടുന്നത് നല്ലതാണ്. പക്ഷേ അതിന് വലിയ ഫിത്ര അൽഫിത്ര നമ്മളെ വീട്ടിൽ തന്നെയാ. ഉപ്പി ഉമ്മയും പഠിപ്പിക്കണം അൽഫിത്ര. എങ്ങനെ ഇസ്ലാമിന്റെ മര്യാദ ആദാബുകൾ ഒക്കെ സ്കൂൾക്ക് മദ്രസൊക്കെ വിട്ട് അവർ റെഡി ആയിക്കോളും. അങ്ങോട്ട് കോളേജ് അങ്ങോട്ട് റെഡി ആയിക്കോളും. നമ്മളെ റെഡിയാക്കണം. നമ്മളാണ് മസ്ഊലീങ്ങളായ ആളുകൾ. നമുക്കാണ് ഉത്തരവാദിത്വം. കുല്ലുക്കു റായി വ കുല്ലുക്കു മസ്ഊലൻ റഅയ്യതി. അത് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് ഞാൻ പറയുന്നത് ഈ പ്രാർത്ഥന ഒരാളുടെ അവസാനത്തെ വാക്കായ റസൂലുള്ളാഹി ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനോട് പറയാം, ഈ രാത്രിയിൽ നീ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയില പാപങ്ങളില്ലാത്ത പാപക്കറകളെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധ മനസ്സോടുകൂടിയാണ് മരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറയാ, ഞാൻ ഈ പ്രാർത്ഥന റസൂൽ എനിക്ക് പഠിപ്പിച്ചത് പല പ്രാവശ്യം ഞാനത് ആവർത്തിച്ച് ചൊല്ലി. എന്തിനു വേണ്ടി? എനിക്ക് ഓർമ്മ കിട്ടാൻ. ഞാൻ എൻ്റെ ദിക്ർ എൻ്റെ ഓർമ്മ പരിശോധിക്കാൻ. അതിൽ ഞാൻ പറഞ്ഞു ആമൻതു ബി റസൂലിക്കല്ലദീ അർസൽത. പ്രവാചകന് ചൊല്ലിക്കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ അയച്ച നബി റസൂലിൽ വിശ്വസിച്ചിരിക്കുന്നു. നബി എന്താ പഠിപ്പിച്ചത്? വനബീകല്ലദീ അർസൽത. പക്ഷേ അദ്ദേഹം പറഞ്ഞു പോയി ആമൻതു ബി റസൂലിക്കല്ലദീ അർസൽത. നബീക എന്നുള്ളടത്ത് റസൂലിക്ക എന്ന് പ്രയോഗിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറയാ, നീ പറയേണ്ടത് കുൽ, നീ പറ ആമൻതു ബി നബീക, നബീക തന്നെ നീ പറയണം. അല്ലദീ അർസൽത, അല്ലാഹുവേ നീ അയച്ച. അവിടെ നബിയെ മാറ്റി റസൂലാക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിൽ നബി പഠിപ്പിക്കാത്ത നാരിയ സ്വലാത്ത്, നബി പഠിപ്പിക്കാത്ത താജു സ്വലാത്ത്, റസൂല പഠിപ്പിക്കാത്ത അഅ്ലമു സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത് റസൂല പഠിപ്പിച്ചിട്ടുള്ളൂ. മറ്റൊരു സ്വലാത്തും റസൂൽ പഠിപ്പിച്ചില്ല. നിങ്ങളാലോ പഠിപ്പിക്കപ്പെട്ട സ്വഹാബി ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോഴേ വബി നബീകല്ലദീ അർസൽത എന്ന് പഠിപ്പിച്ചെടുത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പ്രവാചകന് പറയാൻ പാടില്ല. വബി നബീക തന്നെ പറയണം. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇന്നിപ്പോ ഒരു വാഹനം എടുക്കുമ്പോൾ അതിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഇങ്ങനെ ഫിറ്റിംഗ് ചെയ്യും പോലെ പലതും ഇസ്ലാമിൽ ദിക്റിന് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ദിക്റുകൾ. ആ ഹി ഹു ആ ഹി ഹം ആര് പഠിപ്പിച്ചത്? എന്നിട്ട് മനുഷ്യന്മാരിത് ആടിയും പാടിയും ചാടിയും പള്ളിൻ്റെ ഉള്ളതൊക്കെ ചെല്ലുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ ഇസ്ലാം? ഇതിന്റെ പേരാ ദീന്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇവിടെ ഈ വിഷയവും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുക.
അപ്രകാരം തന്നെ നമ്മുടെ രാത്രി ഉറങ്ങാൻ പോകുന്ന ദുആകളിൽ ഈ റഹബത്ത് വേണം. ഈ ദുആ പ്രത്യേകമായി ഇതിൽ എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹാബാക്കളൊക്കെ പ്രത്യേകമായി അവരുടെയൊക്കെ ജീവിതത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രത്യേകം മരണസമയത്ത് വരെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ ഇന്ദ മൗതി ഹയാത്തിൽ മുഅ്മിനി ഹഖ്ഖുൻ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് റാഇബുൻ വറാഹിബുൻ എന്നുള്ളതാണ് അല്ലേ. അല്ലാഹു തആല ആ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള റഹബത്ത്, ആഗ്രഹവും ഭയവും പ്രതീക്ഷയും അതൊക്കെ വെച്ച് പുലർത്തിയിരുന്നു. അതുകൊണ്ട് ആ സഹാബാക്കള് അവര് പ്രാർത്ഥന, നമസ്കാരം, മറ്റു സമയങ്ങളൊക്കെ അവർ കണ്ണുകൾ നിറയാറുള്ളത്, മനസ്സുകൾ ഇടയാറുള്ളത് അള്ളാഹിനെ കുറിച്ച് റഹബ, പേടിയും ഭയവും അല്ലേ. ആ ശിക്ഷയിലുള്ള ഈ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം ഗുണങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, ഇത് നമ്മൾ പഠിക്കുക, ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തഖർറുബ് നേടാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കുക, പ്രതീക്ഷിക്കുക. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാക്കും. അതുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ മുത്തഖീൻ മുവഹിദുകളായ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഉസീക്കും വസാനി ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയൊരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ ഒരു ഗുണമാണ് റഹബത്ത്, ആഗ്രഹം, ആശ. റഹബത്ത് അതേ രൂപത്തിൽ ഭയം എന്നൊക്കെ പറയുന്നത്. ഇത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ നാം കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഖില പ്രവാചകന്മാരും ഇപ്പോൾ നോക്കുക, നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം സന്താനങ്ങളില്ലാതെ അള്ളാഹുവിനോട് സന്താന ലബ്ധിക്ക് വേണ്ടി ദുആ ചെയ്ത അടുത്ത് അല്ലാഹു തആല ആ പ്രാർത്ഥന പ്രത്യേകം എടുത്തു പറഞ്ഞത് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ആശ വെക്കുകയും പ്രതീക്ഷ വെക്കുകയും ചെയ്തുകൊണ്ട് ആണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വയസ്സ് കുറേയായി, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയായിരുന്നു. ആ സമയത്ത് സക്കരിയ അലൈഹിസ്സലാം അല്ലാഹു തആലയോട് ദുആ ചെയ്തപ്പം ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ദുആ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, ഖാല റബ്ബി ഇന്നി, പടച്ചോനെ ഞാൻ, അല്ലാഹുവേ, വഹനൽ അളമു മിന്നി, എൻ്റെ എല്ലുകളൊക്കെ നുരുമ്പിച്ചു, പ്രായം കൊണ്ട് എല്ലുകളൊക്കെ അതിൻ്റെ ശക്തി ക്ഷയിച്ചു, കുറഞ്ഞു. എന്നിട്ട് വസ്തഅല റഅസു ശൈബ, എൻ്റെ തലമുടിയൊക്കെ നര ബാധിച്ചിട്ടുണ്ട്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്തിട്ട് ഇതുവരെ ഉത്തരം കിട്ടാതെ പ്രാർത്ഥിക്കാത്ത ആളുകളായിരുന്നിട്ടില്ല ഞാൻ. അല്ലാഹുവേ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരുന്നിട്ടില്ല. വലം അകും ബിദുആഇക റബ്ബി ശഖിയ അല്ലേ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ ഹതഭാഗ്യന്മാരാവാൻ പാടില്ല അല്ലേ. ചില ആളുകൾ പറയല്ലോ, അള്ളാഹിനോട് കുറേ പറഞ്ഞല്ലോ, തേടിയല്ലോ, ഇനി നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടി നോക്കൂ, പറഞ്ഞു നോക്കൂ, അമ്പിയായിനോട്, ഔലിയായിനോട്. അങ്ങനെ തേടാനേ പാടില്ല. അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്ക് ചെയ്താൽ ലൈനശ്റക്ത ലഹബത്തൻ അമലുക്, എല്ലാ നിസ്കാരം, നോമ്പും, ഹജ്ജും, എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലാകും, നിഷ്ഫലമാകും. നമ്മൾ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത രോഗം ബാധിച്ച മനുഷ്യനായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് അലൈഹിസ്സലാം. അദ്ദേഹം അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലും അദ്ദേഹം അല്ലാഹു തആലയോട് പ്രതീക്ഷ വിടാതെയാണ് ദുആ ചെയ്തത്. എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, എന്നെ ദുരിതം ബുദ്ധിമുട്ട് ബാധിച്ചു, എനിക്ക് വെള്ളപ്പാണ്ട് രോഗമായി, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ തൊലി അടർന്ന് ഒലിക്കുകയാ, എൻ്റെ കുടുംബം പോലും എൻ്റെ എല്ലാവരും എന്നെ അകറ്റി നിർത്തി, എൻ്റെ ധനവും സമ്പത്തും ഒക്കെ നശിച്ചു. അല്ലാഹുവേ അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചൊരിയുന്നവർ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ റബ്ബേ. അള്ളാന്റെ റഹ്മത്തിലുള്ള റഅബത്ത് ആഗ്രഹം വെച്ച് ദുആ ചെയ്തു. ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്കൊക്കെ ഖുർആൻ പറ, ഇങ്ങനെ ദുആ ചെയ്തവർക്കൊക്കെ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരി, അവരുടെ ബുദ്ധിമുട്ട് നീക്കി പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഈ രൂപത്തിലുള്ള ദുആ ആയിരിക്കണം, പ്രാർത്ഥനയായിരിക്കണം. വിശ്വാസികളെ, നമ്മുടെ ജീവിതം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അള്ളാഹുവിനോട് ആഗ്രഹിച്ച് തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരുപാട് ദുആകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആകൾ നമ്മൾ തേടണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആ, ഇപ്പോൾ ആ ദുആകളിൽ കാണാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തേടേണ്ട ദുആ. ഒന്ന്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ ദുആ എടുത്ത് നമ്മൾ പറഞ്ഞപ്പം അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ചു, ദഅവത്തു അഖീ ദിന്നൂനൈൻ, എൻ്റെ സഹോദരൻ ദന്നൂനിൻ്റെ പ്രാർത്ഥന, മാ ദഅ ബിഹാ മക്റൂബൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു, അദ്ദേഹം നടത്തിയ ആ ദുആ പ്രയാസം അനുഭവിക്കുന്ന, മക്കളില്ലാതിരിക്കുന്ന, രോഗമുണ്ടായിരിക്കുന്ന, കഷ്ടപ്പാടനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, സന്താനങ്ങൾ ഇല്ലാത്ത ആളുകളും ദുരിതവും കഷ്ടപ്പാടും വിഷമവുമുള്ള ആളുകളെ, ഏത് കർബ് അനുഭവിക്കുന്ന ആളുകളും ആ ദുആ നടത്തിയാൽ ഇല്ലാ ഫറജല്ലാഹു അൻഹു, അല്ലാഹു അവരുടെ പ്രയാസം ഇല്ലാതാക്കാതെ അവർക്ക് ആശ്വാസം കൊടുക്കാതിരിക്കുകയില്ല, അവരതിൽ നിന്ന് അകറ്റാതിരിക്കുകയില്ല. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഇലാഹില്ല, ആരാധനില്ല, അല്ലാഹ് നീ പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി അല്ലാഹ്. ഈ ദുആ നമ്മൾ നടത്തണം വിശ്വാസികളെ, നമ്മുടെ പ്രയാസങ്ങൾ അകറ്റാൻ. അതാണ്, അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ആളുകളെ, മഹാന്റെയോ മഹദിയുടെയോ ഏതെങ്കിലും മൗലിയയുടെയൊക്കെ പേര്, അവരുടെ ഇസ്മുൽ അഅ്ളമോ മറ്റു പേരുകളോ ഒന്നുമല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്, പറയേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു തആലയോടാണ്, അള്ളാഹിന്റെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ദുആയിലുണ്ടായി റസൂലുള്ളാഹി പഠിപ്പിച്ചു. മറ്റൊരു ദുആ കൂടി ശ്രദ്ധപ്പെടുത്തുക. ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് കാന യഖൂൽ ഇൻദൽ കർബ്, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി ദുആ ചെയ്തൊരു ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർള് വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് പഠിപ്പിക്കേണ്ടത്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, അല്ലാഹുവേ നീയല്ലാതെ ആരാധനയില്ല, മഹാനാണ്, വിവേകിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശ്, അർശിന്റെ റബ്ബായ അല്ലാഹുവേ, മഹാനായ റബ്ബേ, ആകാശഭൂമികളുടെ റബ്ബേ, അർശിന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അല്ലാതെ നിങ്ങൾ വല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാതെ ഉത്തരം ഞാൻ തരും എന്ന് പറയുന്ന വാറോലകളും മാലകളുമല്ല സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോക പാടില്ല. ഇന്ന് വല്ലാത്ത സങ്കടമാ അല്ലേ, ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയാ.
ഒറ്റക്കിരുന്ന് ഒരാൾ എൻ്റെ പേര് 1000 വട്ടം ചെല്ലിയാലെന്ന് മഹാനായ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1000 വട്ടം ചെല്ലിയാൽ എന്നെ വിളിച്ചവർക്ക് ഉത്തരം നൽകാം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് കള്ളമുണ്ടാക്കി പറഞ്ഞിട്ട് എന്നിട്ട് ആളുകളെ കൊണ്ട് ചെല്ലിക്കുകയാ അല്ലേ? അതേ രൂപത്തിൽ തന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടിറങ്ങിയോ അവരെന്ത് പറയും? പ്രയാസമുണ്ടായ ബദരീകളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥന. അതല്ല പഠിപ്പിക്കേണ്ടത്. പ്രയാസമുണ്ടോ, ദുരിതമുണ്ടോ? എന്നിട്ട് ചില ആളുകൾ ഓരോ കഥ പറയാ. കടലിൽ കപ്പൽ പോയതും പ്ലെയിൻ പോയതും ട്രെയിൻ പോയതും CM വലിയനെ വിളിച്ചതും വന്നു. അല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ, കർബുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത് വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ പഠിപ്പിക്കണം, സമൂഹത്തോട് പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. വിശ്വാസികൾ കടമയായി ഇത് മനസ്സിലാക്കിയ ആളുകളെ ആരുടെ മുമ്പിൽ പറയണം? മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഔലിയ തങ്ങളെ കാക്കണേ, ഉള്ളാഹങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരോട് അതല്ല സുഹൃത്തെ പറയേണ്ടത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പ്രാർത്ഥിച്ചതിന്റെ ദുരിതം നീക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതേ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ഈ ദുആകളും പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞ് പഠിപ്പിക്കുക, അതാ വേണ്ടത്. അതുകൊണ്ട് ഈ ദുആകൾ, പ്രാർത്ഥനകൾ പ്രധാനമാണ്. അദ്ദുആഉ യൻഫഉ മിമ്മാ നസല. ദുആ കാരണം നമുക്ക് ഇറങ്ങിയ ആപത്തുകളെ അതിന് ഇല്ലാതാക്കാൻ ഉപകാരപ്പെടും. വമിമ്മാ ലം യൻസിൽ, ഈ ആപത്തുകൾ അപകടങ്ങൾ ഇറങ്ങിയിട്ടില്ല അതിനെ ഇല്ലാതാക്കാനും ദുആ പറ്റും. അതുകൊണ്ട് റസൂൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, ദുആ നടത്തണേ. ലാ യറദ്ദുൽ ഖദറ ഇല്ലാ ദുആ, ഖദറിനെ മാറ്റാൻ ദുആ കൊണ്ടല്ലാതെ പറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലാ ബിർ, ആയുസ് ലഭിച്ചാൽ പുണ്യം വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്ന റജുല ല യുഹറം അർരിസ്ക ബിദംബി യുസീബ, അവൻ ചെയ്ത കുറ്റങ്ങൾ നിമിത്തം അവനുള്ള റിസ്ക് അല്ലാഹു തടയപ്പെടും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ആയത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹുവിലേക്ക് റായിബുൻ ഫഅയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെടണേ, എന്നെ പേടിക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ആ റഹബത്തും നിർത്തി അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത് മുന്നോട്ട് പോകുക. ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പരീക്ഷണങ്ങൾ, അമേരിക്കയിൽ അല്ലേ തീ ആളിപ്പടർന്ന് കത്തുകയാണ്. വിശ്വാസികളായ ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇറക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആലയെ കുറിച്ച് ഒരു ചിന്തയുണ്ടാക്കാം. തഖ്വീഫിന് വേണ്ടി അല്ലാഹുവിനോട് വിനയത്തോടു കൂടി ദുആ ചെയ്ത് പ്രാർത്ഥിക്കുക. അത്ര ദുരന്തങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം ആ പരീക്ഷണം ഉണ്ടാവും. ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല, ഞങ്ങൾ എന്തും ചെയ്യും, ഏത് ഫലസ്തീനിലെ രാജ്യങ്ങളെ അടിച്ചൊതുക്കും, അതിന് കൂട്ടു നിൽക്കും, അതിനുള്ള ആയുധങ്ങൾ കൊടുക്കുമെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ ടെന്റുകളിലേക്ക് ബോംബെറിയാൻ ഇസ്രായേലിനോട് കൽപ്പിച്ചത് കൊടുത്ത ആളുകൾ ഇന്ന് അതേ ടെന്റുകളെയും അതുപോലെ അത് തന്നെ അവരുടെയൊക്കെ ടെന്റുകളെയും അതുപോലെ പ്രയാസപ്പെട്ട് വീടെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളെയൊക്കെ പരിഹസിച്ച ആളുകൾ ഇന്ന് അവരുടെ നാട്ടിൽ അതുണ്ടായി. നമ്മൾ സന്തോഷിക്കണ്ട, നമ്മൾ അവരെ പരിഹസിക്കും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചോനെ റബ്ബനാ, അല്ലാഹുവേ വലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ, ഞങ്ങൾ മറന്നു വല്ലതും പോയി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിൻ്റെ പേര് പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുക. അത് നമ്മൾ നടത്തുക. അല്ലാഹ് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്താൽ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള വിശ്വാസികളെ, നമ്മുടെ മഹല്ലിലെ മദ്രസയുടെ ഒരു കലക്ഷൻ ഉണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ഇതിലേക്ക് കൊടുക്കണം. നമ്മൾ പറയും എന്നും കൊടുക്കുകയാണല്ലോ, എന്നും കലക്ഷനാണല്ലോ. നമ്മൾ ആലോചിക്കുക, ഇത് നമ്മൾ കൊടുത്തില്ല പിന്നെ ആരാ കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷിക്കാനാണ് നമുക്കത് തന്നത് അല്ലേ? അത് എന്ത് നമ്മൾ കൊടുത്താലും നമുക്ക് നാളെ പരലോകത്ത് കിട്ടും, ഖബറിൽ കിട്ടും.
അത് നമുക്ക് വേണ്ടി നമുക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണത്. നമ്മളിവിടുന്ന് കൊടുക്കുന്നത് ഓരോന്നും. നമ്മളിവിടെ ദുനിയാവിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോ കടയിൽ ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഓരോ ബാങ്കിലൊക്കെ കൊടുക്കലുണ്ടല്ലോ. അതിൻ്റെ ഒന്നായിട്ട് നമ്മൾ ബാലൻസ് അടിച്ച് നോക്കലില്ലല്ലോ. ഇപ്പം നമ്മൾ പരലോകത്തേക്കുള്ള നമ്മൾ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എത്ര ഉണ്ടാവുകളെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കൊടുത്തത് എത്ര ഉണ്ടാവും? വളരെ കുറച്ചായിരിക്കും. ദുനിയാവിൻ്റെ കാര്യത്തിൽ നോക്കും, ദുനിയാവിനും പരലോകത്തും വെച്ച് ആലോചിക്കുമ്പോൾ സ്വഹാബാക്കളൊക്കെ പരലോകത്തിൻ്റെ വിഷയത്തിൽ എല്ലാം കൊടുത്ത് എല്ലാത്തിനും റെഡിയായിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഉണർത്തുക. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ അറ്റാക്കായി മരിച്ചു. അള്ളാഹു ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. നമ്മളുള്ള ആളുകൾ മനസ്സിലാക്കുക, അത്തരം നമുക്കുള്ള പരീക്ഷണമാണ്. ഈ സമയത്ത് അള്ളാഹു പിടിക്കുമെന്നറിയില്ല, വീട്ടിലേക്ക് എത്തുമെന്നറിയില്ല, ഈ ഡ്രസ്സ് നമ്മൾ അയക്കുമെന്നറിയില്ല. മരണം ഏത് സമയത്തും വരാം. അതൊരു വാഹന അപകടമാകാം, അല്ലെങ്കിൽ ചെറിയൊരു തളർച്ചയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ ഷോക്കുകളാകാം, എന്തുമാവാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികളായ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ. അള്ളാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും അവരുടെ വിഷമങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിത് മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ ആളുകളുടെ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും കുറ്റും ഗഫൂർ റഹീമായ റബ്ബേ നീ പുറത്തു കൊടുത്ത് മാപ്പാക്കണമേ അള്ളാഹുവെ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണമേ അള്ളാഹുവെ, ഞങ്ങളെ ജോലികളിലും ബിസിനസ്സുകളിലും ഞങ്ങളെ ഇടപാടുകളിലും എല്ലാറ്റിലും ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ, ഞങ്ങളെ സന്താനങ്ങളിലും ഇണകളിലും മക്കളിലും കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ മാരക രോഗങ്ങൾ മാറാവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ അള്ളാഹുവെ, പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രയാസം ഇല്ലാതാക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രതീക്ഷയും ആശയും ഭയവുമൊക്കെ വെച്ച് ദുആ ചെയ്യുന്ന അള്ളാഹു, നിന്നോട് മാത്രം പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്ന മുവഹിദുകളിൽ അംബിയായിൻ്റെ ഔലിയായിൻ്റെ സിദ്ദീഖുകൾ ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. നാളെ പരലോകത്ത് ബദരീങ്ങളുടെയും ഉഹദീങ്ങളുടെയും ഖന്ദഖീങ്ങളുടെയും ഒക്കെ എല്ലാവരുടെയും സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവെ, കത്തിയാളുന്നത് ശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷപ്പെടുത്തണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا وأجر والدينا من النار اللهم أجرنا وأجر والدينا من النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد.